സംഘർഷത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസ് സംരക്ഷണത്തോടെ പ്ലാന്റ് ഇന്നലെ മുതൽ പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങി. പ്ലാന്റിനെതിരെ സമരം ശക്തമാക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ മാസം 21-നായിരുന്നു ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ സംഘർഷമുണ്ടായത്. ഇതിന് പിന്നാലെ പ്ലാന്റ് അടച്ചു. ഫ്രഷ് കട്ട് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് സുരക്ഷയിൽ തുറക്കാൻ അനുമതി. അപ്പം 12-ന് ശേഷം ഞങ്ങൾ ഭാഗികമായിട്ട് വെള്ളിയാഴ്ച തുറന്നു. ഇന്നലെ മുതൽ പ്ലാന്റ് നോർമൽ രീതിയിലേക്ക് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 20 ടണ്ണാണ് ഞങ്ങൾക്ക് കപ്പാസിറ്റി ഇപ്പം അനുവദിച്ച് തന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് സംസ്കരിക്കുന്നത്. അതേസമയം ഇന്നലെ ദുർഗന്ധം അനുഭവപ്പെട്ടതായും ജില്ലാ കളക്ടർ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് സ്ഥിതി മനസ്സിലാക്കണമെന്നും വീട്ടമ്മമാർ ആവശ്യപ്പെടുന്നു. അത് പൂട്ടണം, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല. ഈ മക്കളൊക്കെ അങ്ങനെ എന്നും സൂക്കാടാ. ഞങ്ങൾ കൊല്ലട്ടെ, നൽകിച്ച് ജീവിക്കുന്നേക്കാൾ നല്ല കൊല്ലുന്നല്ലേ. സമരം ശക്തമായിട്ട് തന്നെ തുടരും, അല്ലാതെ മുന്നോട്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഇതുവരെ ഒരു അധികാരികളും തയ്യാറായില്ല. സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈ ബഹുജനങ്ങളെ മുൻനിർത്തി ഞങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ഗാർഡിയൻ സമരത്തിൽ തന്നെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ ചെയർമാൻ, കൺവീനർ, ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ തിരിച്ചു വരുന്ന മുറയ്ക്ക് ഈ സമരം അതിശക്തമായിട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കും. ഇതിനിടെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരായ സമരത്തിൽ ആദ്യകാലം മുതൽ സജീവമായിരുന്ന കരിമ്പാലക്കുന്ന് ആറുവിരലിൽ മുഹമ്മദ് അന്തരിച്ചു. ഫാക്ടറിയിൽ നിന്നുള്ള ദുർഗന്ധത്തെ തുടർന്ന് ശ്വാസതടസ്സം നേരിടുന്നതിനാൽ ഓക്സിജൻ മാസ്കോടുകൂടിയായിരുന്നു മുഹമ്മദ് ജീവിച്ചിരുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.